അതെ സർ, ഞാൻ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, അവരെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ സർ. സർ, റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കിടക്കുന്നുണ്ട് സർ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ? അതെ സർ. ആത്മഹത്യയാണോ? ആണെന്നാണ് വിളിച്ച ആള് പറഞ്ഞത്. പോയി നോക്കിയാലേ പറയാൻ പറ്റൂ. ആ മിസ്സിംഗ് കേസ് ഉള്ളതായിരിക്കും. പറയാൻ പറ്റില്ല സർ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും താൻ വണ്ടി ഇറക്കാൻ പറ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ശരി സർ. ചേട്ടാ, എന്താ അവിടെ പ്രശ്നം? അവിടെ റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടിയുടെ ശവം. ഇവിടെയെങ്കുള്ള കുട്ടിയല്ല സാർ, കണ്ടിട്ട് ആത്മഹത്യയാണെന്നാ തോന്നുന്നത്. പഴക്കം തോന്നുന്നു? ഇല്ല. ഒന്നുകിൽ സൂയിസൈഡ് അല്ലെങ്കിൽ മർഡർ. കൊലപാതകമാണെങ്കിൽ ഇന്നായിരിക്കും കൊന്നത്, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും. അതിന് സാധ്യതയുണ്ട്. ഇന്നത്തെ കാലമല്ലേ സാർ, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. തെളിവുകളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഈ പരിസരം മുഴുവൻ അരിച്ചു പറക്കണം സർ. കൊലപാതകമാണെങ്കിൽ നമ്മുടെ ജോലി കൂടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ. കൊലപാതകമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ തെളിവുകൾ മിസ്സാവും. മറ്റെവിടെങ്കിലും വെച്ചായിരിക്കും കൊലപാതകം നടന്നത്. അതനുസരിച്ച് വേണം സെർച്ച് ചെയ്യാൻ. ഓക്കെ സർ. നിലത്ത് ബോഡി കൊണ്ടുവന്ന വണ്ടിയുടെ ടയറിന്റെ പാടോ മറ്റോ ഉണ്ടോയെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിൻ്റെ അളവെടുക്കണം. മൃതശരീരം ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ ഉപയോഗിച്ച ചാക്കോ മറ്റോ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം സർ. നിങ്ങൾ പരിസരം നോക്കുമ്പോഴേക്കും ഞാൻ ബോഡി കിടക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ സർ. ഇൻക്വസ്റ്റ് ഇന്ന് തന്നെ നടത്തണം. എന്നിട്ട് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റണം സർ.